നമസ്കാരം. ഞാൻ ഏഴിക്കോട് കൃഷ്ണദാസൻ പൂരി, മുൻ ശബരിമല മേശാന്തി, ഗുരുവായൂർ മേശാന്തി, ഇപ്പോൾ പാവക്കുളം അമ്പലത്തിൽ മേശാന്തിയായിട്ട് ജോലി ചെയ്യുന്നു. 2014-15 കാലഘട്ടത്തിലാണ് ശബരിമല മേശാന്തിയായിട്ട് എനിക്ക് അയ്യപ്പനെ പൂജിക്കാൻ അവസരം കിട്ടിയത്. ആദ്യ തവണ തന്നെ അത് അപേക്ഷിച്ച് ആദ്യത്തെ കൊല്ലം തന്നെ എനിക്കത് ഭഗവാൻ സാധിച്ചു തന്നു. മാത്രമല്ല ഒട്ടേറെ വളരെ ഭംഗിയായിട്ട് ആ കാലഘട്ടം പൂർത്തിയാക്കാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിച്ചു. ആ കാലഘട്ടത്തിലാണ് 18 പടികൾ ഒരു പുനർനിർമ്മാണം ഉണ്ടായത്. അപ്പോൾ അത് അത് വാർക്കണ സമയം അതിനോട് സഹകരിക്കാനും അതിന് മുന്നോടിയായിട്ട് ആദ്യാവസാനം ഒന്നിച്ച് നിൽക്കാനും ഒക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ വേദത്തിൻ്റെ വിവിധ ഉപാസനാ രീതികളിലൂടെ ഭഗവാനെ ആ കാലഘട്ടത്തിൽ സേവിക്കാൻ ഒരു ഭാഗ്യം സിദ്ധിച്ചു. ഒന്ന് മുറജപം, വേദം ജപിക്കൽ, നെയ്യോട്ടിപ്പിക്കൽ, അങ്ങനെ ഏകദേശം 18ഓളം മുറജപം. പിന്നെ വേദത്തിൻ്റെ മറ്റൊരു ഉപാസന രീതിയായ വാരം, ആ വാരം ഒരു 18ഓളം അത് ചെയ്യാൻ. അതുപോലെ തന്നെ വേദം തന്നെ മുഴുവൻ ഹോമമായിട്ട്, ഗൃഹഹോമം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ, വേദം ലക്ഷാർച്ചനയായിട്ട് ചെയ്യാൻ. അങ്ങനെ ഇതെല്ലാം ആ കാലഘട്ടത്തിൽ സാധിച്ചു. പിന്നെ അതുപോലെ തന്ത്രി, മേശാന്തി, മറ്റ് സഹശാന്തിക്കാരെ എല്ലാവരെയും കൂട്ടിയിട്ട് 1,00,000 ഗായത്രി ജപം, 24 ലക്ഷം ഗായത്രി ജപിച്ച് നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്യാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ സാധിച്ചു. അതിന് പുറമെ അയ്യപ്പനെക്കുറിച്ച് അവിടെ ഒരു ശാസ്ത്രാരം പ്രണമാമിഹം എന്നൊരു പുസ്തകം എഴുതാനും അത് അവിടെ വെച്ച് ദേവസ്വം തന്ത്രിക്ക് കൊടുത്ത് ചെയ്യാനും പ്രകാശനം ചെയ്യാനും നമുക്ക് സാധിച്ചു. സത്യത്തിൽ ജീവിതത്തിൽ നമുക്കൊരു വ്രതാചരണം ആവശ്യമാണ്. അത് എല്ലാ ജാതി മതസ്ഥരിലുമുണ്ട്. അത് പല പേരുകളിലാണ് സാധാരണ ഉണ്ടാവുന്നത്. ക്രിസ്ത്യൻസിനാണെങ്കിൽ അത് ക്രിസ്തുമസിൻ്റെ സമയത്താവും. മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും ഇപ്പം മറ്റത് റംസാൻ്റെ സമയത്താണ്. അപ്പോൾ അതുപോലെ ഹിന്ദുക്കളിലേക്ക് ഈ വ്രതാചരണം വരുന്ന സമയം, ആ കാലഘട്ടമാണ് നമുക്ക് അനുവർത്തിക്കുന്ന സമയമാണ് ഈ സമയം. അപ്പോൾ അതെല്ലാം ശാരീരികമായിട്ടും മാനസികമായിട്ടും മനുഷ്യന് വളരെ വേണ്ടതുമാണ്. സത്യത്തിൽ ഈ ശബരിമല ഈ സംവിധാനം അത് രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയ വളരെ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ഇടയിൽ നിന്നിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായിട്ട് വളരെയധികം സഹായകമാണ്. അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടാണ് പണ്ടത്തെ പൂർവികരത് ഇതാക്കിയിരിക്കുന്നത്. ഒന്ന്, പണ്ട് ശൈവന്മാരും വൈഷ്ണവന്മാരും തമ്മിലുള്ള ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതിനെ ഒത്തുചേർപ്പിക്കുന്ന ഒരു സംഭവം. അതുപോലെ നമ്മുടെ ഇടയിൽ നിന്നിരുന്ന വേറൊരു പ്രധാന പ്രശ്നം ജാതി വ്യവസ്ഥകൾ, മതവ്യവസ്ഥകൾ, അതിനെ ഏകോപിപ്പിക്കുന്നതായിട്ടുള്ള ഒന്ന്. അതുപോലെ ശുദ്ധായുത്തങ്ങളൊന്നും അവിടെ ഇല്ല, എല്ലാവരും ശുദ്ധമാണ്. അപ്പം അങ്ങനെ മനുഷ്യനെ ക്രോഡീകരിക്കുന്നതായിട്ടുള്ള ഒരുപാടുകൾ ആ ശബരിമലയ്ക്ക് മാലയിട്ടാൽ എല്ലാം ഒന്ന് എന്ന സങ്കല്പത്തിൽ നമ്മൾ പിന്നെ കാണുന്നതായാലും കേൾക്കുന്നതായാലും എല്ലാം ഒന്ന് എന്ന സങ്കല്പത്തിൽ നമ്മൾ ഏത് അമ്പലത്തിൽ ചെന്നാലും അയ്യപ്പന്മാരോട് ചെന്നാൽ സ്വാമി ശരണമയ്യപ്പ എന്നേ വിളിക്കാറുള്ളൂ. അപ്പോൾ അതുപോലെ ഒന്നിൽ കാണുന്നതെല്ലാം സ്വാമിയാണ്, എല്ലാവരെയും പരസ്പരം സ്വാമി എന്ന് വിളിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാം സ്വാമി എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ
കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റേ കെട്ടുമുറുക്കി ശബരിമലയ്ക്ക് പോയി നമ്മുടെ പുണ്യപാപങ്ങൾ അതാണ് ശരിക്കും നമ്മൾ തലയിലേറ്റുന്നത്. അത് ആ പമ്പയിൽ പമ്പാ സ്നാനം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ ഒരു വ്യത്യാസമില്ലാതെ അവനവൻ ചെയ്യുന്ന ആ പാപകർമ്മങ്ങൾ എന്തായാലും അത് അവനവൻ തന്നെ അനുഭവിക്കണം എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ആ കെട്ടുമുറയ്ക്ക് അവിടുന്ന് നടന്നു കയറുകയാണ്. അപ്പോൾ അവിടെ സ്ഥാനമാനങ്ങൾക്കോ വലിപ്പച്ചെറുമകൾക്കോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും നടന്നു കയറി ആ മുള്ളിലേക്ക് എത്തുമ്പോൾ ആ അയ്യപ്പനെ തന്നെ നമ്മൾ കാണുന്നു. അവിടുന്ന് ആ ഇരുമുടി ഇട്ടഴിച്ച് നമ്മളാ കൊണ്ടുപോയ തേങ്ങ നാളികേരം അതുടച്ച് അയ്യപ്പനിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ ആ ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന സങ്കല്പത്തിൽ അത് അഭിഷേകം ചെയ്ത് ആ നാളികേരം അത് നമ്മൾ ആ അഗ്നിയിലിടുമ്പോൾ ആ ജഡം നശിപ്പിച്ച് കളയുന്നു. അങ്ങനെ വളരെ വലിയൊരു സത്യം ആണ് ഈ ആചരണങ്ങൾക്ക് പിന്നിൽ ഉള്ളത്. അപ്പോൾ എല്ലാ അയ്യപ്പ ഭക്തന്മാരും ആ വ്രതാചരണം ഉണ്ടായിട്ടൂടിയിട്ട് വേണം ആ അയ്യപ്പനെ ഒന്ന് ദർശിക്കാൻ. അതോടെയാണ് എന്നാലേ അതിൻ്റെ പൂർണ്ണ ഫലം ശ്രദ്ധിക്കൂ. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അയ്യപ്പനെ കാണും. അതാണ് എല്ലാവരും വ്രതാചരണം ഇല്ലാതെ 40 ദിവസത്തെ വ്രതാചരണം കഠിന വ്രതാചരണം തന്നെ എടുത്ത് ആ അയ്യപ്പ ദർശനം സാധ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്വാമി ശരണം അയ്യപ്പ.